ഹലോ ഗൈസ്, എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വല്യേട്ടൻ റീ റിലീസിന് വരികയാണ്. അറക്കൽ മാധവൻ ഉണ്ണി എന്ന മമ്മൂക്കയുടെ മെഗാമാസ് ക്യാരക്ടർ, അതായത് നരസിംഹത്തിന് ശേഷം വരുന്ന ഷാജി കൈലാസ്, രഞ്ജിത്ത് എഴുതിയ ഷാജി കൈലാസ് പടം. ആ രീതിയിലായിരുന്നു അന്ന് അതിന് ഹൈപ്പ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ആ ഒരു പടം ഒരു റീ റിലീസ് മെറ്റീരിയലാണ്. പക്ക മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസും അതേപോലെ ഷാജി കൈലാസിന്റെ മാസ് എന്താ പറയുന്ന ഫ്രെയിമുകളും അതേ കണക്ക് ഡയലോഗ്സ് എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു കിടിലൻ മാസ് പടമാണ്. ഒരു പക്ക റീ റിലീസിന് യോജ്യമായിട്ടുള്ള ഒരു സിനിമ. ഇപ്പം കുറെ പടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് റീ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ഒരു സ്ഫടികത്തിന് ശേഷം ഒരു മാസ് പടം മലയാളത്തിൽ നിന്ന് റീ റിലീസ് വരുന്നത് നമ്മുടെ വല്യേട്ടനാണ്. അപ്പൊ ആ വല്യേട്ടന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ആ ഒരു ട്രെയിലർ നമുക്കൊന്ന് കണ്ടുവെക്കാം. എനിക്ക് പഴയ സിനിമകൾ, അതായത് ഈ ഒരു സിനിമ 2000 റിലീസ് ചെയ്തതാണ്. 2000 സെപ്റ്റംബർ മാസത്തിലെങ്ങാണ്ട് റിലീസ് ചെയ്തൊരു പടമാണ്. 24 വർഷം കഴിഞ്ഞ് പിന്നെയും ആ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു പഴയ സിനിമയുടെ ട്രെയിലർ കട്ട്സ് ഒക്കെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാനായിട്ട് കുറച്ച് ആകാംക്ഷയുള്ള ഒരാളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ട്രെയിലർ ഒന്ന് കണ്ടുവെക്കാം. റെഡി? ആരാണത്? ഞങ്ങള് കൊറേ ദൂരേന്ന് വരിക. അറക്കൽ മാധവനുണ്ണി എന്ന് പറഞ്ഞ അറിയുവോ? അറിയാതെ എങ്ങോട്ടാ? ആരെ കാണാനാ? ഇവിടുത്തെ SI എങ്ങനെ അമ്മായി അകത്ത് ഇരട്ട പറ്റി കിടക്കാണെന്ന് കേട്ടു. ഒന്ന് കാണണം. കുട്ടികൾക്ക് ഓരോ പൊന്നരഞ്ഞാണം കൊടുക്കണം. എന്തേ തമ്മിൽ നമ്മൾ കണ്ടിട്ട് 23 കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോയ തറവാട്ടിലേക്ക് അതിന്റെ മേലുള്ള അവകാശം പിടിച്ചു വാങ്ങിച്ചിട്ട് അവരിന്ന് തിരിച്ചു വരിക. തെക്കിൻകരയിലെ കളപ്പുരയിൽ ഒരുത്തിയ പാർപ്പിച്ചിട്ടുണ്ടല്ലോ, അത് കോമൺ പ്രോപ്പർട്ടി ആണോ അതോ മാധവനുണ്ണിയുടെ? ഏത് നായന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന്? നോക്ക്, ഞാനത് അറക്കൽ മാധവനുണ്ണി. ഇല്ലെങ്കിൽ അപ്പൊ താനീ നാട്ടിലൊരു മാടമ്പിയാ? പോലീസുകാരെ തല്ലാൻ മാത്രം ഗഡ്സുള്ളൊരു തമ്പുരാൻ ലൈനാ? തല്ലാൻ കൈവെക്കുമ്പോ തോളിലെ നക്ഷത്രത്തിന്റെ കണക്കോ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയോ ഞാൻ നോക്കാറുണ്ട്. അതാ ശീലം. അന്റെ കയ്യും കാലും വെട്ടിയെടുക്കണ ചെക്കനെ കിട്ടണച്ചാലേ ഈ ഭാവം അതിന് മടിക്കൂലടാ. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് താ. ഇതിനപ്പുറം കടന്നാൽ നീ പോമോനെ ദിനേശ, ഇത് സ്ഥലം മഹാലമ്പ. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ ഇട്ടിക്കണ്ടപ്പ. ഇതേ അറക്കൽ മാധവനുണ്ണിയാ പറയുന്നേ. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അത് മറക്കരുത്, മറന്നു പോകരുത്. നീ ഇപ്പോ എന്റെ പകുതി അഭ്യാസം കണ്ടിട്ടുള്ളൂ. ബാക്കി പകുതി കാണാൻ കരോളുറപ്പുണ്ടെങ്കിൽ മാത്രം എന്റെ മുമ്പിൽ വാ. പക്ക ഐറ്റം കിടിലൻ ട്രെയിലർ കട്ട്സ്. അമ്പോ, ഈ ട്രെയിലറിൽ തന്നെ മമ്മൂക്കയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറിയും കാണുമ്പോഴത്തേക്ക് ഇത് തിയേറ്ററിൽ പോയി കണ്ടാൽ കൊള്ളാന്നുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. പക്ക ഒരു തിയേറ്റർ മെറ്റീരിയലാണ് കേട്ടോ. ട്രെയിലർ പൊളിച്ച് കേട്ടാ. ഈ ഒരു പടം ഒരുപാട് പ്രാവശ്യം TV കണ്ടു അങ്ങനെയൊക്കെ കരുതിയിരിക്കുന്നവര് ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു പടം തിയേറ്ററിൽ പോയി കാണാനായിട്ടുള്ള ഒരു തോന്നലുണ്ടാകും. എനിക്ക് തോന്നി കേട്ടാ. ശരിക്കും മമ്മൂക്ക ഫാൻസിന് പോയിട്ട് തിയേറ്ററിൽ തകർക്കാൻ പറ്റിയ ഒരു ഐറ്റം. ഓരോ ഡയലോഗ്സിനും ഓരോ സ്റ്റണ്ടിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും എല്ലാം ആർമാദിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് വല്യേട്ടൻ. അപ്പൊ എന്തായാലും നമുക്കത് തിയേറ്ററിൽ കാണാം. നവംബർ 29 ഏതൊക്കെ തിയേറ്ററിൽ ഉണ്ടോ എന്തോ, ഏതെങ്കിലും കിടിലൻ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കണം.